എല്ലാവർക്കും നമസ്കാരം. ശബരിമല അയ്യപ്പനെയും മാളികപ്പുറത്ത് അമ്മയെയും കുറിച്ച് ആക്ടിവിസ്റ്റ് സണ്ണി എം കപ്പിക്കാട് നടത്തിയിരിക്കുന്ന ഒരു പരാമർശം ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ വിവാദമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മാപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പന്തളം കൊട്ടാരം. തിരുവാഭരണ പാത സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പ സേവാ സമാജവും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭക്തരായിട്ടുള്ള നിരവധി ആൾക്കാർ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുമുണ്ട്. ഇത് വെറുമൊരു വാക്കുപിഴയാണോ അതോ ഒരു പതിവ് രീതിയുടെ തുടർച്ചയാണോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിനൊപ്പം ഈ വിവാദത്തിനപ്പുറം നിൽക്കുന്ന ഒരു വലിയ ചോദ്യവും ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മതവിമർശനത്തിൻ്റെ അതിർത്തി ആർക്കൊക്കെ ബാധകമാണ് എന്നുള്ളതാണ് ആ വിഷയം. നോക്കാം. ഈ വീഡിയോയിൽ സണ്ണി കപ്പിക്കാട് ഒരു പ്രസംഗം നടത്തുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പൻ്റെ പിന്നിലായിട്ടാണ് എന്നാണ്. കാരണം അയ്യപ്പൻ നേരെ മുന്നിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ കാണാൻ പാടില്ല എന്നാണ്. അങ്ങനെ കണ്ടാൽ ആ സമയം തന്നെ ഇങ്ങേരുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പിന്നെ പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യും എന്നാണ് സണ്ണി പറയുന്നത്. ഇങ്ങനെ വിചിത്രമായ ദൈവസങ്കല്പങ്ങളുള്ള ബോധക്കേടുള്ള മനുഷ്യരാണ് ഇതിനെയൊക്കെ തന്നെ ആരാധിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ക്ഷേത്ര ആചാരത്തിനെക്കുറിച്ചോ വിഗ്രഹപ്രതിഷ്ഠയുടെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ചോ ഉള്ള ഒരു തരത്തിലുമുള്ള അക്കാഡമിക് നിരീക്ഷണമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഒരു ആരാധനാമൂർത്തിയെ, ബ്രഹ്മചാരിയായി ആരാധിക്കുന്ന ഒരു ദേവനെ ബലാത്സംഗം എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റവുമായി നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നെറികെട്ട പ്രസ്താവനയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സണ്ണി കപ്പിക്കാട് പൊതുവെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആചാര സമ്പ്രദായങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഒക്കെ വിമർശനാത്മകമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അതിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ക്ഷേത്രാചാരങ്ങളിലെ ശ്രേണീകൃതമായിട്ടുള്ള അധികാര വ്യവസ്ഥയെക്കുറിച്ച് ഒക്കെ തന്നെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധതയില്ല, ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധതയില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ, നമ്മുടെ ഭരണഘടനാദത്തമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുടെ ഒക്കെ തന്നെ ഒരു എക്സസൈസ് എന്ന രീതിയിലത്തേക്ക് മാത്രമാണ് പൊതുസമൂഹം കാണാറുള്ളത്. നമുക്കറിയാം, മഹാനായ ഡോക്ടർ അംബേദ്കർ തന്നെ ഹിന്ദു മതഗ്രന്ഥങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അംബേദ്കറും കപ്പിക്കാടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്നത് കഴിഞ്ഞ മനോരമ ഹോർത്തൂസ് ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അംബേദ്കർ എല്ലാ മതങ്ങളിലെയും തെറ്റായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കാനായിട്ട് ആർജവം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആർജവം സണ്ണി കപ്പിക്കാടും അദ്ദേഹത്തിനെ പോലെയുള്ള മറ്റ് ആക്ടിവിസ്റ്റുകളും സാധാരണ കാണിക്കാറില്ല. അവരുടെ വിമർശനം എല്ലായ്പ്പോഴും ഹിന്ദു മതത്തിനെതിരെ മാത്രമാണ്. മറ്റു മതങ്ങളിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസമത്വങ്ങളെക്കുറിച്ചോ അതിലുള്ള ലിംഗനീതിയെക്കുറിച്ചോ ഒന്നും തന്നെ ഒരിക്കലും ഇവരാരും തന്നെ വിമർശനാത്മകമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് ഞാൻ അന്നവിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനെ തുടർന്നുണ്ടായിരുന്ന വിവാദങ്ങളും അതിനെ തുടർന്ന് ഇവരുടെ വിശദീകരണങ്ങളുമൊക്കെ കേരളീയ പൊതുസമൂഹം കണ്ടിട്ടുള്ളതുമാണ്. ബ്രാഹ്മണ്യം എന്നുള്ള ഒരു വാക്ക് പിടിച്ചുകൊണ്ടാണ് കപ്പിക്കാടും അദ്ദേഹത്തിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളും പലപ്പോഴും പല ക്ഷേത്ര ആചാരങ്ങളെയും ഒക്കെ തന്നെ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല സമരങ്ങളെ വിമർശിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വിമർശനം എന്നത് അങ്ങനെയുള്ള അക്കാഡമിക്കായിട്ടുള്ള ഒരു വിമർശനമല്ല, മറിച്ച് ഒരു ദേവൻ്റെ ബ്രഹ്മചര്യ വ്രതത്തിനെ പരിഹസിക്കുകയാണ്. അതിനെ ബലാത്സംഗവുമായി കൂട്ടിക്കെട്ടുകയാണ്. അത് ജാതി വിശകലനമോ വിമർശനമോ അല്ല, മറിച്ച് ഒരു ആരാധനാമൂർത്തിയോടും അതിലുപരി ലൈംഗിക അതിക്രമത്തിൻ്റെ ഗൗരവത്തോട് കാണിക്കുന്ന നിസ്സാരവൽക്കരണവുമാണ്. ബലാത്സംഗം എന്നത് ഒരു തമാശയ്ക്കോ ഒരു പരിഹാസത്തിനോ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വാക്കല്ല. ബലാത്സംഗ വീരൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് തരത്തിലുള്ള വീരത്വമാണ് ബലാത്സംഗത്തിലൂടെ ഒരാൾ അച്ചീവ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർത്തും നിന്ദയ്ക്ക് അർഹമായ തരത്തിലുള്ള പരാമർശമാണ് ഈ ബലാത്സംഗ വീരൻ എന്നുള്ളത്. അതും ഒരു ഹിന്ദു ആരാധനാമൂർത്തിയെക്കുറിച്ച് ഈ തരത്തിലുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം നിന്ദ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ജീവിതകാലം മുഴുവനും ഈ ഭക്തിയെ അവരുടെ ജീവിത വ്രതമായി തന്നെ സ്വീകരിച്ച് അയ്യപ്പ വിശ്വാസികളായിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അവകാശവും സണ്ണി കപ്പിക്കാടിന് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന അതേ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന മറ്റൊരു സ്വാതന്ത്ര്യമാണ്. സണ്ണി കപ്പിക്കാട് ഇവിടെ നിറവേറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നൊരു ന്യായീകരണം വന്നേക്കാം. പക്ഷേ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തങ്ങളുടെ മതത്തിൻ്റെ നിഷ്ഠകൾക്കനുസരിച്ച്, അതായത് അക്കോർഡിംഗ് ടു ദ ടെനറ്റ്സ് ഓഫ് ദ റിലിജിയൻ, അത് ചെയ്യാനുള്ള അവകാശം ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് നൽകിയിരിക്കുന്നതും ഇതേ ഭരണഘടന തന്നെയാണ്. അതിലെ ആർട്ടിക്കിൾസ് 25ഉം 26ഉമാണ് എന്ന് സണ്ണി കപ്പിക്കാട് മനസ്സിലാക്കണം. അങ്ങനെ നിയമപരമായിട്ട് ഭരണഘടനാദത്തമായിട്ട് ഒരു ദൈവത്തിനെ വിശ്വസിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തിനുള്ളപ്പോൾ അവരുടെ ദൈവത്തെ വെറും പരിഹാസ്യമായിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
അത് ഒരിക്കലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം വിമർശനം എന്നതും അധിക്ഷേപം എന്ന് പറയുന്നതും രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. വിമർശിക്കാൻ അത് ബഹുദൈവ വിശ്വാസത്തിനെയോ വിഗ്രഹാരാധനയോ അതിലുള്ള ആചാരങ്ങളെയോ ഒക്കെ തന്നെ വിമർശനാത്മകമായി സമീപിക്കുന്നതിനും വിമർശിക്കുന്നതിനുമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ആൾക്കാർക്കുണ്ട്. അത് അക്കാഡമിക്കാണ്. മറിച്ച് ആ വിമർശനം എന്നുള്ളതിനെ മാറി അതിനെ അപഹസിക്കുന്ന രീതിയിലേക്ക് അവഹേളിക്കുന്ന തരത്തിലേക്ക് മാറ്റിയാൽ അത് നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് ഒരിക്കലും അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ പരിധിയിൽ വരുന്നില്ല എന്ന് കപിക്കാട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ചെറി പിക്ക് ചെയ്തതിനു ശേഷം അതിലെ ബ്രാഹ്മണ്യത്തിനെക്കുറിച്ച്, ജാതി വ്യവസ്ഥയെക്കുറിച്ച്, അതിലെ വിവിധ വിഗ്രഹ സങ്കല്പങ്ങളെക്കുറിച്ച്, ദൈവാരാധനയെക്കുറിച്ച് ഒക്കെ പറയുന്ന വിമർശനങ്ങളെ കേവലം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിലത്തേക്കോ അല്ലെങ്കിൽ ഒരു നാക്കുപിഴ എന്ന രീതിയിലത്തേക്കോ കാണാനായിട്ട് കഴിയുകയില്ല. മറിച്ച് അതൊരു സ്ഥിരം സമീപനത്തിൻ്റെ തുടർച്ച മാത്രമാണ്. അതായത് ഒരു മതവുമായി ബന്ധപ്പെട്ട വിശ്വാസ സങ്കല്പങ്ങളെ മാത്രം ഈ രീതിയിലത്തേക്ക് അവഹേളിക്കാനായിട്ട് ശ്രമിക്കുകയും എന്നാൽ ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു സമീകരണത്തിന് ഒരു സാധ്യത പോലും അവർ കാണാതിരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് ഒരുപക്ഷെ യുക്തിവാദികൾ ഇവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ പലപ്പോഴും ഹിന്ദു മതത്തിനെക്കുറിച്ച് മാത്രം അവഹേളനപരമായി സംസാരിക്കുമ്പോൾ യുക്തിവാദികൾ വിമർശനാത്മകമായി എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള എല്ലാത്തരം ദുരാചാരങ്ങളെക്കുറിച്ചും തെറ്റായിട്ടുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മതത്തിനെയും ഒരേപോലെ വിമർശനാത്മകമായി കാണാൻ കഴിയാതെ ഒരു മതത്തിനെ മാത്രം വിമർശിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഉപകരണമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അതിന് ഹിപ്പോക്രസി അഥവാ ഇരട്ടത്താപ്പ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരാൾ തുടർച്ചയായി ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് അതിൻ്റെ ദേവതകളെക്കുറിച്ച് മോശമായി മാത്രം അങ്ങനെ ലക്ഷ്യം വെച്ച് സംസാരിക്കുമ്പോൾ അത് വിമർശനാത്മക ചിന്തയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫലമല്ല, മറിച്ച് ബോധപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ഹോർത്തൂസിൽ ചോദിച്ചിരുന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നത്. ഒരു മതത്തിൻ്റെ മാത്രം തെറ്റായിട്ടുള്ള പ്രവണതകളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി മാത്രം ശ്രമിക്കുകയും എന്നാൽ അവരുടെ ആരാധ്യ പുരുഷനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ തന്നെ ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങളെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന രീതിയിൽ സമീപിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കപിക്കാട് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും കാലങ്ങളായിട്ട് അനുവർത്തിക്കുന്നത്. അംബേദ്കർക്ക് ഹിന്ദു മതത്തിനെ വിമർശിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായി ഇസ്ലാം മതത്തിനെയോ മറ്റു മതങ്ങളെയോ ഒക്കെ തന്നെ വിമർശിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ കപിക്കാടിൻ്റെയും മറ്റും ഭാഷണം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിമർശനം എല്ലായ്പ്പോഴും ഒറ്റ ഡയറക്ഷനിൽ മാത്രമാണ്. അത് ഹിന്ദുമത വിമർശനം മാത്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഹിന്ദു മതത്തിലുള്ള ലിംഗവിവേചനത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ ഇതര മതവിഭാഗങ്ങളിലുള്ള ലിംഗവിവേചനത്തിനെക്കുറിച്ച് സംസാരിക്കാറില്ല. വ്യക്തി നിയമങ്ങളിലെ അസമത്വത്തിനെക്കുറിച്ച് സംസാരിക്കാറില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട പാരിറ്റി ഡിഫറൻസിനെക്കുറിച്ച് സംസാരിക്കാറില്ല. വിവിധ മതങ്ങളിലുള്ള അധികാര ശ്രേണിയെക്കുറിച്ച്, ജാതി സമ്പ്രദായത്തിന് തുല്യമായിട്ടുള്ള പ്രവണതകളെക്കുറിച്ച് സംസാരിക്കാറില്ല. ബ്രാഹ്മണ്യം മാത്രമാണ് എല്ലാത്തിൻ്റെയും കാതലായിട്ടുള്ള പ്രശ്നം എന്ന രീതിയിലത്തേക്ക് അതിനെ ഒരു മതത്തിലേക്ക് തളച്ചിട്ട് വിമർശിക്കുന്നതിനും അതിൻ്റെ ദേവതാ സങ്കല്പങ്ങളെ അടക്കം അവഹേളിക്കുന്നതിനുമാണ് ഇവരൊക്കെ തന്നെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അക്കാഡമിക്കായിട്ടുള്ള ഒരു കാര്യമായിട്ടോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വിമർശനം എന്ന രീതിയിലത്തേക്കോ കാണാനായിട്ട് കഴിയുകയില്ല. ബലാത്സംഗം പോലെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഒരാളിനെ നമുക്ക് എങ്ങനെയാണ് ബലാത്സംഗ വീരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുക? അതും ഒരു ആരാധനാമൂർത്തിയെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലോ ചരിത്രത്തിലോ ഒരു തരത്തിലും ഇങ്ങനെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ ദുഷിപ്പ് സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ കപിക്കാടിന് നേരെ ഉയരുന്നത്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇതേ തീവ്രതയോടെ പൊതുവേദിയിൽ വെച്ച് മറ്റേതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശമോ മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവുമോ നടത്താൻ ഇദ്ദേഹത്തിനൊക്കെ കഴിയുമോ എന്ന്. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ചോദ്യം തന്നെ പൂർണ്ണമായിട്ടും അപ്രസക്തമാണ്. കാരണം ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ടും ഒരു ദേവതാ സങ്കല്പവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള നിന്ദ്യമായിട്ടുള്ള വാക്കുകൾ പറയാൻ പാടില്ല. വിമർശനാത്മകമായിട്ട് ഒരാളിനെ സമീപിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ എല്ലാ മതവിഭാഗങ്ങളോടും ഒരേ തരത്തിലുള്ള സമീപനം പുലർത്തുന്ന ഒരാളായിരിക്കണം. പക്ഷേ വിമർശനം എന്നതും അവഹേളനം എന്നതും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരാളിൻ്റെ വ്യക്തിവികാസവും ബൗദ്ധിക വളർച്ചയും നമ്മൾ കാണുന്നത്, അംഗീകരിക്കുന്നത്. സത്യത്തിൽ ശ്രീ സണ്ണി കപിക്കാട് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു വിദ്വേഷ പ്രസംഗമാണ്, ഒരു വർഗീയ വിദ്വേഷ പ്രസംഗമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. അത് ഒരു വിഭാഗത്തിനെ ഇകഴ്ത്തുന്ന, അവരുടെ ദേവതാ സങ്കല്പങ്ങളെ ഇകഴ്ത്തുന്ന, മോശമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആഹ്വാനം തന്നെയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ ഒരു തരത്തിലും തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. ഹിന്ദു വിശ്വാസത്തിനെ, ദേവതാ സങ്കല്പങ്ങളെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നതിനുള്ള ബൗദ്ധിക ധൈര്യം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം.
അത് ഒരു സാമുദായിക അപകടമാണ് എന്ന രീതിയിലത്തേക്കുള്ള തിരിച്ചറിവ് ഇവിടെയുള്ള പല വ്യക്തികൾക്കും പല സംഘടനകൾക്കും ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഫലമായിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ പരാതികളും കേസുകളും ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും ആശാസ്യമായിട്ടുള്ള ഒരു കാര്യവുമാണ്. സത്യത്തിൽ അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ നൈഷ്ഠിക ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണുള്ളത് എന്നുള്ള കഥ തന്നെ ഒരു കെട്ടുകഥയാണ്. കന്നി അയ്യപ്പന്മാരില്ലാത്ത സമയത്ത് താൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ഉറപ്പ് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കഥയുണ്ട്. അങ്ങനെ അല്ല അതിൻ്റെ യഥാർത്ഥ സങ്കല്പം എന്നുള്ളത് ലിഖിതമായിട്ടുള്ള പുസ്തകങ്ങൾ വഴി തന്നെ ലഭ്യമായിട്ടുള്ള ഒരു വിവരമാണ്. പാണ്ഡ്യരാജാക്കന്മാരുടെ അതുവഴി പന്തളം കുടുംബത്തിൻ്റെ കുലദേവതയായിട്ട് കരുതപ്പെടുന്ന സാക്ഷാൽ മധുര മീനാക്ഷി തന്നെയാണ് മാളികപ്പുറത്തമ്മയായിട്ട് ശബരിമലയിൽ വാഴുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ സങ്കല്പം. അതുകൊണ്ട് തന്നെ മാളികപ്പുറത്തമ്മ എന്നത് അയ്യപ്പൻ്റെ മാതൃസ്ഥാനത്തിരിക്കുന്ന ആരാധനാമൂർത്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ സണ്ണി കപ്പിക്കാട് ഇത്തരത്തിലുള്ള ഒരു മോശം പ്രസ്താവന നടത്തുന്നത് വഴി ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് എന്നോർക്കുക. അതായത് അയ്യപ്പൻ തൻ്റെ മാതൃസ്ഥാനത്തുള്ള മാളികപ്പുറത്തമ്മയെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവിടെ നഷ്ടമാകുമെന്നും അതുവഴി അയ്യപ്പൻ ഒരു ബലാത്സംഗ വീരനാകും എന്ന രീതിയിലത്തേക്കുള്ള അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രസ്താവന പറയാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സത്യമായും മനസ്സിലാകാത്തത്. ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഒരു കൂട്ടമായി പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്, ഇങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകളുണ്ട്. ഇതിൽ ഒരാൾ പോലും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നെറികെട്ട പ്രസ്താവനയാണ്, നിന്ദ്യമാണ് എന്ന് പറയാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും പൊതുവെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതെല്ലാം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഏത് കാര്യം പറഞ്ഞാലും തൊട്ടതിനും പിടിച്ചതിനും ബ്രാഹ്മണ്യം എന്നുള്ള ഒരു വാക്കിനെ കൂടി അവരതിലേക്കൊക്കെ തന്നെ കൊണ്ടുവരാറുമുണ്ട്. ഈ ഒരു കാപട്യമാണ് സത്യത്തിൽ കേരളത്തിലെ വിശ്വാസ സമൂഹം, പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ ഒരു മതത്തിൻ്റെ ആരാധനാമൂർത്തിയെ മോശമായ വാക്കുകളാൽ പരാമർശിക്കുക, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്നുള്ള ഒരു സങ്കല്പത്തിനെ പോലും ഇത്ര നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയോടുകൂടി പറയുക, ബലാത്സംഗത്തിനെ വളരെ ലളിതവൽക്കരിച്ച് അത് ചെയ്യുന്നത് എന്തോ വീരത്വമാണ് എന്ന രീതിയിലത്തേക്ക് പറയുക എന്നതൊക്കെ തന്നെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള വാക്കുകളാണ്. അത്ര നെറികെട്ട പ്രസ്താവനകളാണ് ഈ ഒരു ആക്ടിവിസ്റ്റിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്നുള്ളത് കേട്ടാൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരടക്കം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഈ സംഭവത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. വിമർശനവും അവഹേളനവും രണ്ടല്ലേ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. തന്നെയുമല്ല, ഇങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകളെല്ലാം ഒരു മതത്തിനെ മാത്രമായി വിമർശിക്കുന്നതിനുള്ള ഒരു ബൗദ്ധിക ധൈര്യം കാട്ടുകയും മറ്റു മതങ്ങളിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകളെക്കുറിച്ച് പൂർണ്ണമായും മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള കാര്യം, അത് ശുദ്ധ ഇരട്ടത്താപ്പാണ്, സാമുദായിക പ്രീണനമാണ്, ഒരു മതത്തിനോട് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമുദായത്തിനോട് മാത്രമായിട്ടുള്ള ടാർഗറ്റഡ് അറ്റാക്കാണ്. ഇങ്ങനെ സെലക്റ്റീവായിട്ട് ഒരു മതത്തിനെ വിമർശിക്കുന്നു എന്ന രീതിയിൽ തുടർച്ചയായി അവഹേളിക്കുന്നത് ഒരു പതിവ് പ്രാക്ടീസായി മാറിയിട്ടുണ്ട്. ആൾക്കാരുടെ പേരുകൾ മാറി വരാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയാകുന്നതിന് നിയമപ്രകാരം ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. അത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.